20/2/2025 വ്യാഴാഴ്ചത്തെ തൊഴിൽ മേഖല എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതില് ഈ ഗ്രഹനില നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ബുധനും ശനിയും ദേവിയും കുംഭം രാശിയിലും, ശുക്രനും സർപ്പവും മീനം രാശിയിലും, വ്യാഴം ഇടവൻ രാശിയിലും, ചൊവ്വ മിഥുനം രാശിയിലും, കേതു കന്നി രാശിയിലും, ചന്ദ്രൻ തുലാം രാശിയിലും സഞ്ചരിക്കുന്ന സമയമാണ്. 20/2/2025 വ്യാഴാഴ്ച വൈകിട്ട് 6:49 ചന്ദ്രൻ വൃശ്ചിക രാശിയിലേക്ക് മാറുകയും ചെയ്യും. ഇതും കൂടെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഫലനിരൂപണമാണ് നടത്തുന്നത്. ഈ തൊഴിൽ മേഖലയിലെ ഫലനിരൂപണമാണ് നടത്തുന്നത്. ഇനി നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ തൊഴിൽ മേഖല എന്ന പോസ്റ്റ് ഞാൻ വൈകിട്ട് 6 മണിക്കും പൊതുവായ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നക്ഷത്രഫലം എന്ന ഒരു പോസ്റ്റ് വൈകിട്ട് 3 മണിക്കും ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് കാണുന്നതിനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് യൂട്യൂബ് കിട്ടും. ഇല്ലെങ്കിൽ തന്നെ ഞാൻ ഇടയ്ക്ക് ഫേസ്ബുക്കിലോ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ എൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കാണുക. കാരണം മിക്കവാറും യൂട്യൂബിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യുക. മറ്റതിലൊക്കെ സമയം കിട്ടുമ്പോഴാണ് ഷെയർ ചെയ്യുകയും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് യൂട്യൂബ് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഓരോ രാശിയും എടുത്തുകൊണ്ട് നോക്കാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി എന്ന് പറയുന്നത്. ഈ മേടം രാശിയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ശുഭകരമായ ഒരു തൊഴിൽ മേഖലയായിരിക്കും 20-ാം തീയതി നിങ്ങൾക്ക് ലഭിക്കുക. മെഡിക്കൽ സ്റ്റോർ രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ കൗൺസിലിംഗ് മോട്ടിവേഷൻ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ്. കൂടാതെ പഴക്കച്ചവടം, സ്റ്റാർട്ടപ്പുകൾ, ചെറിയ തോതിലുള്ള സ്റ്റാർട്ടപ്പുകളൊക്കെ ചെയ്യുന്നവർക്ക്, പൂജാദ്രവ്യങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നവർക്ക്, രാഷ്ട്രീയക്കാർക്കൊക്കെ, മേടൻ രാശിക്കാർക്ക് 20-ാം തീയതി അനുകൂലമായിരിക്കും. അതേപോലെ സ്വർണ്ണ മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, ആയോധന കലകളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, വസ്ത്രങ്ങൾ, കമ്പിളി വസ്ത്രങ്ങളെ പോലെ കട്ടിയുള്ള വസ്ത്രങ്ങളുടെ നിർമ്മാണ മേഖലയിലും വിൽപ്പന മേഖലയിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, എക്സിക്യൂട്ടീവുകൾക്ക് ഒക്കെ പൊതുവെ അനുകൂലമായ ഒരു സമയം ആയിരിക്കും. എന്നാൽ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല. ചെറിയ ടെക്സ്റ്റൈൽസ് മേഖലയിലൊന്നും പ്രവർത്തിക്കുന്ന മേടക്കൂറുകാർക്ക് അനുകൂലമല്ല. മനോരോഗ ചികിത്സാ രംഗത്തുള്ള മേടക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കണം. പെയിന്റിംഗ് വർക്കുള്ളവരും ശ്രദ്ധിക്കണം. അതേപോലെ ജലവുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവർ, ഈ ജലാശയങ്ങളിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നവർ, കിണർ നന്നാക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുന്നവർ, അങ്ങനെ ജലവുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്ന ആളുകൾ മേടം രാശിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതേപോലെ ഈ ശീതളപാനീയ വിൽപ്പനക്കാര്, വഴിയോര കച്ചവടക്കാരും അത് ശ്രദ്ധിക്കുക. അതേപോലെ പശു, എരുമ മുതലായ ഫാമുകൾ നടത്തുന്ന ആളുകൾ, ബേക്കറി, മധുര പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന ആളുകള്, സാമൂഹ്യ പ്രവർത്തകരും ഈ മേടം രാശിക്കാര് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞു വരും. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ളവർക്ക് അനുകൂലമാണ്. രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുക എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. അതേപോലെ അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക്, സാഹസിക പ്രവർത്തികളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. പ്രതിരോധ സൈനിക മേഖലകളിലൊക്കെ നൽകുന്നവർക്ക്, ചെറുകിട കച്ചവടം ഒക്കെ നടത്തുന്നവർക്ക്, നേരത്തെ പറഞ്ഞു വഴിയോര കച്ചവടമൊക്കെ അനുകൂലമാണ്. സാങ്കേതിക, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽപ്പെടുന്നവർക്കൊക്കെ അനുകൂലമാണ്. ഇരുമ്പ്, സ്റ്റീല് മുതലായവയുമായിട്ടൊക്കെ ഉള്ള ആയുധം, വാക്കാത്തി, കോടാലി തുടങ്ങിയൊക്കെ വിൽപ്പന ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അത് നിർമ്മിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ്. ഈ ആടുകളെയൊക്കെ വളർത്തുന്നവർ, ആട് ഫാമൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. IT മേഖല, മാനേജിംഗ് മേഖല ഒക്കെ അനുകൂലമാണ്. സ്പോർട്സ് രംഗത്തുള്ളവർക്ക്, ബിസിനസ് രംഗത്തുള്ളവർക്ക് അനുകൂലമാണ്. കോടതി, പോലീസ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും, യന്ത്രങ്ങളുടെ മെക്കാനിക് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന മേടക്കൂറുകാർക്ക് പൊതുവെ നല്ലതാണ്. അതേപോലെ വിദ്യാഭ്യാസ മേഖല, സോഷ്യൽ മീഡിയ പ്രവർത്തകര്, ഗവേഷക വിദ്യാർത്ഥികള്, പത്രപ്രവർത്തകര്, എഴുത്തുകാര്, PR മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, വിദ്യാഭ്യാസ മേഖല ഞാൻ പറഞ്ഞതാണ്, IT സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ടവർ,
പ്രാദേശിക വാർത്താ ഏജൻസികൾക്കൊക്കെ അങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ നടത്തുന്നവർക്ക് മേടക്കൂറുകാർക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. ദേവകർമ്മങ്ങൾ, കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷകര്, ഇടത്തരം ബിസിനസ്സുകാര്, എഡിറ്റിംഗ് മേഖലയിലുള്ളവർ, സർക്കാർ ജീവനക്കാർക്കൊക്കെ മേടക്കൂറുകാർക്ക് അനുകൂലമാണ്. ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, വൻകിട ബിസിനസ്സുകൾ നടത്തുന്നവർക്ക്, ദേശീയവും വിദേശീയവുമായ വാർത്തകളൊക്കെ ശേഖരിക്കുന്ന വാർത്താ ഏജൻസികൾ നടത്തുന്നവർക്ക്, സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക്, നയതന്ത്ര മേഖലയിലും രാജ്യാന്തര മേഖലയിലൊക്കെ ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മേടക്കൂറുകാർക്കും അനുകൂലമാണ്. അതേപോലെ ഫാഷൻ മേഖലയിലും ആഭരണ വസ്തുക്കള്, വിവാഹ സംബന്ധമായ മേഖലയിൽ, ഈവന്റ് മാനേജ്മെന്റുകാർ, ബ്യൂട്ടി പാർലറുകാര്, ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾ, സിനിമ മേഖല, അതേപോലുള്ള കലാരംഗങ്ങളുമായി പ്രവർത്തിക്കുന്നവർ, ഇന്റീരിയർ ഡിസൈൻ രംഗത്തുള്ളവർ, ആഭരണ മേഖല, ഇങ്ങനെയൊക്കെയുള്ള മേഖലയിൽ, അതിലെ ആരോഗ്യ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. ഹോം നേഴ്സിംഗ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് അനുകൂലമാണ്. അതേപോലെ തന്നെ ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, ഇങ്ങനെയുള്ളവർക്ക്, ഇലക്ട്രോണിക് വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു സമയമാണ്. ഈ പാർക്കിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, അതുപോലെ പാർക്കുകൾ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക്, വാഹനമൊക്കെ പാർക്കിംഗ് മേഖലകളായിട്ട് നടത്തുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായ ഒരു സമയം ആണ്. ഇനി നമ്മൾ ഇടവക്കൂറുകാരാണ് നോക്കുന്നത്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗത്തുള്ള ഇടവക്കൂറുകാർക്ക്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഒരു ഇതാണ് ഇടവൻ രാശിക്കാർക്ക് 20-ാം തീയതി എങ്കിലും ദൈവാധീനക്കുറവ് അവരുടെ പല മേഖലകളെയും ബാധിക്കും. അപ്പൊ അങ്ങനെ ബാധിക്കുമെങ്കിൽ പോലും മെഡിക്കൽ സ്റ്റോർ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇടവക്കൂറുകാർക്ക് അനുകൂലമാണ്. അതേപോലെ ഈ പഴക്കച്ചവടം നടത്തുന്നവർക്കൊക്കെ അനുകൂലമാണ്. രാഷ്ട്രീയക്കാർക്ക്, പൂജാദ്രവ്യങ്ങൾ ഒക്കെ നടത്തുന്നവർക്ക്, ചെറുകിട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക്, ആയോധന കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, മരവ്യവസായവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, എക്സിക്യൂട്ടീവുകാർക്കൊക്കെ ഈ ഇടവം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമാണ്. അതേപോലെ ഫാഷൻ മേഖലയിലെ, ഡിസൈനർ മേഖലയിലെ, ഗ്രാഫിക് ഡിസൈനർമാർ, ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഇടവം രാശിക്കാർക്ക് ഗുണകരമാണ്. ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതേപോലെ മനോരോഗ ചികിത്സാ രംഗത്തുള്ളവർക്ക്, പെയിന്റിംഗ് മേഖലയിലുള്ളവർക്ക്, പൊതുവെ ആരോഗ്യ മേഖലയിലുള്ളവർക്ക് ഇടവൻ രാശിക്കാർ അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ജലവുമായി എന്ന് പറഞ്ഞാൽ കായലിലൊക്കെ പോവുക, കടലിൽ പോവുക, മീൻ പിടിക്കുക, വള്ളങ്ങള്, അങ്ങനെയൊക്കെ പോകുന്ന ആളുകൾക്ക് പൊതുവെ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ്. പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ മേഖലയിലുള്ളവർക്ക് അനുകൂലമാണ്. ശീതളപാനീയ വിൽപ്പനക്കാര്, വഴിയോര കച്ചവടക്കാര്, അതേപോലെ എരുമ, പശു മുതലായ ഫാം നടത്തുന്ന ഇടവക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. ബേക്കറി ഒക്കെ നടത്തുന്നവർക്കൊക്കെ അനുകൂലമാണ്. ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോരത്തുള്ള കച്ചവടക്കാർ, അങ്ങനെയൊക്കെ ഉള്ള ഇടവക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. എന്നാൽ അഗ്നി സംബന്ധമായ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക്, സാഹസികമായ പ്രവർത്തികൾ ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല. അതേപോലെ ഭൂമി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക്, പ്രതിരോധ സൈനിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും ഇടവരാശിക്കാർക്ക് 20-ാം തീയതി അത്ര അനുകൂലമല്ല. സാങ്കേതിക, മെക്കാനിക്, എഞ്ചിനീയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ആയുധ വ്യാപാരമൊക്കെ നടത്തുന്നവരെ, ഇരുമ്പ്, സ്റ്റീൽ മുതലായ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ആട് ഫാം നടത്തുന്നവർക്ക് അത്ര അനുകൂലമായ ഒരു സമയമല്ല. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായ ഒരു സമയമല്ല. സ്പോർട്സ് രംഗത്തുള്ളവർക്ക്, ബിസിനസ് രംഗത്തുള്ളവർക്കൊന്നും അത്ര അനുകൂലമെന്ന് പറയാൻ കഴിയില്ല. പോലീസ് മേഖല, കോടതി, അങ്ങനെ ഉള്ള നിയമപാലനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രംഗത്തുള്ളവരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. യന്ത്രങ്ങളുടെ, മെക്കാനിക്സ് മേഖലയിലുള്ളവരും ശ്രദ്ധിക്കണം. അങ്ങനെ എങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടവൻ രാശിക്കാർക്ക് അനുകൂലമാണ്. ചിത്രരചന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാണ്. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമാണ് ഇടവൻ രാശിക്കാർക്ക്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകര്, ഗവേഷക വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ്. സുരക്ഷാ മേഖലയിലുള്ളവർക്ക് അനുകൂലമാണ്. ചെറുകിട ധനകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ വൻകിട ധനകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമല്ല. ദേവാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത്ര അനുകൂലമായ ദിവസം ആയിരിക്കില്ല.
കൺസൾട്ടിംഗ് മേഖല അനുകൂലമല്ല. അഭിഭാഷകർ ആയിട്ടുള്ള ഇടവക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല. ഇടത്തരം ബിസിനസ്സുകാർക്ക് അനുകൂലമല്ല. എന്നാൽ ചെറിയ നേരിയ തോതിലുള്ള അനുകൂലാവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. എഡിറ്റിംഗ് മേഖല അത്ര അനുകൂലം എന്ന് പറയാൻ പറ്റില്ല. സർക്കാർ ജീവനക്കാര്, പ്രൊജക്ടുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. സർക്കാർ ജീവനക്കാരെ അത്ര അനുകൂലമല്ല. ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും അത്ര അനുകൂലം എന്ന് പറയാൻ പറ്റില്ല. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ, അങ്ങനെയുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ഫാഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇടവക്കൂറുകാർക്ക് അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ആഭരണ മേഖലയിലും വാഹന സംബന്ധമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇടവക്കൂറുകാർക്ക് പൊതുവെ നല്ലതാണ്. എന്നാൽ മത്സ്യ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക്, നിർമ്മാണ മേഖല കൺസ്ട്രക്ഷൻ വർക്കുകൾ നടത്തുന്നവർക്കൊന്നും അത്ര അനുകൂലമായ സമയമല്ല ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഇനി മിഥുനം, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനക്കൂറുകാർക്ക് ഒട്ടും ദൈവാധീനമില്ലാത്ത ഒരു ദിവസം തന്നെയാണ് 20-ാം തീയതി. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അപകടകരമായ തൊഴിലുകൾ ചെയ്യുന്ന ആളുകള്, അതേപോലെ നിയമവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആളുകൾ, പോലീസ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകള്, വാഹന സംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്ന, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഈ മിഥുനക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അത് അപകടകരമായ കാര്യങ്ങളൊക്കെ എടുത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മിഥുനക്കൂറുകാർ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് ദൈവാധീനം വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ വളരെ കുറവുള്ളത് കൊണ്ട് ഈശ്വരാധീനമൊക്കെ വരുത്തിയതിനു ശേഷം വേണം നിങ്ങൾ പൊതുവെ കർമ്മരംഗത്തേക്ക് പ്രവേശിക്കുവാനായിട്ട്. അപ്പൊ ഈശ്വര, നമ്മളുടെ കയ്യിലല്ല എല്ലാം ഒന്നും. നമ്മളെല്ലാം ഈശ്വരന് സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് അപകടങ്ങളോ ദുരിതങ്ങളോ ഇല്ലാതെ വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വർക്ക് മിഥുനക്കൂറുകാര് പൊതുവെ അവരുടെ കർമ്മരംഗത്തേക്ക്, ഏത് മേഖലയിലാണെങ്കിലും കർമ്മരംഗത്തേക്ക് പ്രവർത്തിക്കുന്നതിന് മുമ്പ്, ഇറങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് ഈശ്വരാരാധന ചെയ്യുക, ഭഗവാനെ വിചാരിക്കുക. അവരവർ ഏത് മതസ്ഥരാണെങ്കിലും അവരുടെ ഈശ്വരനെ വിചാരിച്ചാൽ മതി. ഈ ഹിന്ദുസ് പറയുന്നത് പോലെ ഏത് രൂപത്തിലാണെങ്കിലും, നിങ്ങൾ ഏത് ഭാവത്തിൽ ഏത് രൂപത്തിൽ ആരാധിച്ചാലും അത് ഭഗവാൻ വിഷ്ണുവിലേക്ക് എത്തിച്ചേരും എന്നാണ് വൈഷ്ണവരുടെ വിശ്വാസം. അതേപോലെ ഓരോ ആളുകളും അങ്ങനെ തന്നെയാണ്. അപ്പൊ നാമങ്ങൾ വിഭിന്നങ്ങളാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. മിഥുനക്കൂറുകാർ വളരെ ശ്രദ്ധിക്കുക. കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് 20-ാം തീയതി. ദൈവാധീനമൊക്കെ ഉള്ള ഒരു ദിവസമാണ്. അങ്ങനെ ആണെങ്കിൽ പോലും ഈ മെഡിക്കൽ സ്റ്റോറൊക്കെ നടത്തുന്ന ആളുകള്, അതുപോലെ മോട്ടിവേഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകള്, പഴക്കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകള്, ചെറുകിട സ്ഥാപനങ്ങളിലെ മാനേജർമാര്, പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകളൊക്കെ നടത്തുന്നവർ, ചെറുകിട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവര്, ശില്പികള്, രാഷ്ട്രീയക്കാര്, അതേപോലെ സ്വർണവുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്ന കർക്കിടകക്കൂറുകാര്, എക്സിക്യൂട്ടീവുകള്, ഇങ്ങനെയുള്ളവര് വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട ഒരു ദിവസമാണ് അത് 20-ാം. അതേപോലെ എന്നാൽ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമാണ്. ചെറുകിട ടെക്സ്റ്റൈൽസ് ഒക്കെ നടത്തുന്ന കർക്കിടകക്കൂറുകാർക്ക് അന്ന് അനുകൂലമാണ്. മനോരോഗ ചികിത്സാ രംഗം, പൊതുവെ ആരോഗ്യരംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. പ്രത്യേകിച്ച് മനോരോഗ ചികിത്സകർക്ക്, പെയിന്റിംഗ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പരിസ്ഥിതി പ്രവർത്തകർക്ക് അവർക്ക് ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ മേഖല പൊതുവെ നല്ലതാണ്. ശീതളപാനീയ വിൽപ്പനക്കാര് ഒക്കെ നല്ലതാണ്. പശു, എരുമ മുതലായ ഫാമുകളൊക്കെ നടത്തുന്നില്ലേ, അങ്ങനെയുള്ളവർക്ക്, മധുര പലഹാരങ്ങൾ, ബേക്കറി സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. സാമൂഹ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ്. രാഷ്ട്രീയക്കാരായ സാമൂഹ്യ പ്രവർത്തകർ എന്നല്ല ഞാൻ പറയുന്നത്, രാഷ്ട്രീയക്കാരല്ലാത്ത സാമൂഹ്യ പ്രവർത്തകരും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ഈ പോസ്റ്റിനെ കാണണം. രാഷ്ട്രീയക്കാരൻ സാമൂഹ്യ പ്രവർത്തകർ തന്നെയാണ് എങ്കിൽ പോലും രാഷ്ട്രീയക്കാരല്ലാത്ത സാമൂഹ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ്. രാഷ്ട്രീയക്കാർക്ക് അത്ര അനുകൂലമൊന്നുമല്ല കർക്കിടകക്കൂറുകാർ. അതേപോലെ സാഹസികമായ പ്രവർത്തികൾ ചെയ്യുന്ന കർക്കിടകക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്
അത്ര അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെയധികം കർക്കിടകക്കൂറുകാർ ശ്രദ്ധിക്കണം. സാങ്കേതിക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗക്കാര്, അതേപോലെ ആയുധ വ്യാപാരമൊക്കെ നടത്തുന്നവര്, ഇരുമ്പ് സ്റ്റീല് മുതലായ കൊണ്ടുള്ള കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവര്, വർക്ക് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ആട് ഫാമൊക്കെ നടത്തുന്നവര് കർക്കിടകക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുക. IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന കർക്കിടകക്കൂറുകാർ ശ്രദ്ധിക്കുക. സ്പോർട്സ് രംഗത്ത്, നിയമ മേഖലയിലെ, യന്ത്രങ്ങളുടെ മെക്കാനിക്സ് മേഖലയിലൊക്കെ അങ്ങനെയുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമാണ്. ചിത്രരചന അനുകൂലമാണ്. ഈ സോഷ്യൽ മീഡിയ പ്രവർത്തകർക്കൊക്കെ അനുകൂലമാണ്. പത്രപ്രവർത്തകർ, എഴുത്തുകാർക്കൊക്കെ അനുകൂലമാണ്. ഗവേഷകർ, വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ്. ഡാറ്റ അനാലിസിസ്റ്റുകൾക്കൊക്കെ അനുകൂലമാണ്. IT സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമാണ്. IT അനുകൂലമല്ലെന്ന് പറഞ്ഞു, പക്ഷെ ചില മേഖലകളിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറയുന്നത്. പ്രാദേശിക വാർത്തകളൊക്കെ വായിക്കുന്ന അങ്ങനെയുള്ള പത്രപ്രവർത്തകർ, ചെറിയ തോതിൽ നടത്തുന്ന പത്രപ്രവർത്തകർക്കൊക്കെ അനുകൂലമാണ്. ചെറിയ രീതിയിലുള്ള ധനകാര്യ മേഖലയിലും അനുകൂലം. ചെറുതും വലുതുമായ ധനകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. ഹോമാദി കർമ്മങ്ങൾ, ദേവകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമാണ്. കൺസൾട്ടിംഗ് മേഖലയിലുള്ളവർക്ക്, അതിൽ ഇടത്തരം ബിസിനസ്സുകാർക്കൊക്കെ അനുകൂലമാണ്. എഡിറ്റിംഗ് മേഖല, പ്രൊജക്ടുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്ക്, ടൂറിസം മേഖലയിലുള്ളവർക്കൊക്കെയുള്ള കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമാണ്. ദേശീയ വിദേശീയ വാർത്തകളൊക്കെ ശേഖരിക്കുന്ന വൻകിട പത്ര പ്രവർത്തന മേഖലയിലുള്ള വാർത്താ മാധ്യമ രംഗത്തുള്ളവർക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. നയതന്ത്ര മേഖലയിലും രാജ്യാന്തര മേഖലയിലും ഒക്കെ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക്, ബിസിനസ്സുകൾ നടത്തുന്നവർക്കൊക്കെ അനുകൂലമാണ്. അധ്യാപകർ, ഗവേഷകർ, അതുപോലെ സ്വന്തം ബിസിനസ്സൊക്കെ നടത്തുന്ന, ഒരുമാതിരി നല്ല ബിസിനസ്സുകളൊക്കെ നടത്തുന്നവർക്കൊക്കെ പൊതുവെ കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും. അതേപോലെ ഫാഷൻ മേഖലയില്, ആഡംബര വസ്തുക്കളുടെ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമാണ്. ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കും. ഈ കർക്കിടകക്കൂറുകാർക്കാണ് ഞാൻ ഈ പറയാം. ഇന്റീരിയർ ഡിസൈൻസ്, വാഹനങ്ങൾ, ഹോസ്പിറ്റലൊക്കെ നടത്തുന്നവർക്ക്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ഉപഭോക്തൃ സംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ ഹോം നഴ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കും. നിർമ്മാണ മേഖല, കൺസ്ട്രക്ഷൻ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല. മത്സ്യ മാംസാദി കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന കർക്കിടകക്കൂറുകാർക്കും പൊതുവെ അനുകൂലമായിരിക്കില്ല. ഇനി ചിങ്ങം, മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം. ചിങ്ങൻ രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമല്ല. തൊഴിൽ രംഗത്തൊക്കെ അത് എല്ലായിടത്തും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. എങ്കിലും നമുക്ക് നോക്കാം. മെഡിക്കൽ സ്റ്റോപ്പുകളൊക്കെ നടത്തുന്നവർക്ക്, കൗൺസിലിംഗ് മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് അനുകൂലമല്ല കേട്ടോ. മോട്ടിവേഷൻ മേഖലയൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഈ പഴക്കച്ചവടം ഒക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ചെറുകിട മാനേജർമാർ, ചെറുകിട സ്ഥാപനങ്ങളിലെ മാനേജർമാരൊക്കെ ശ്രദ്ധിക്കണം. പൂജാദ്രവ്യങ്ങള്, അതേപോലെ സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ശില്പികള്, രാഷ്ട്രീയക്കാർക്കൊന്നും അനുകൂലമല്ല ഈ ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. സ്വർണ്ണ മേഖല, അതേപോലെ ആയോധന കലാരംഗത്തുള്ളവർക്ക്, എക്സിക്യൂട്ടീവുകൾക്കൊന്നും അത്ര അനുകൂലമായ സമയമായിരിക്കില്ല. ഫാഷൻ ഡിസൈൻ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലം എന്ന് പറയാൻ കഴിയില്ല. ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാർക്കും അത്ര അനുകൂലമല്ല. കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ചിങ്ങൻ രാശിക്കാർക്ക് അനുകൂലമല്ല. ചെറിയ ടെക്സ്റ്റൈൽസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല. പെയിന്റിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും അത്ര അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. സ്ത്രീകൾ മാത്രമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. ഈ ശീതളപാനീയങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള വഴിയോര കച്ചവടക്കാരൊക്കെ ശ്രദ്ധിക്കണം. പശു, എരുമ മുതലായ ഫാമുകളൊക്കെ നടത്തുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം. വലിയ അങ്ങനെയുള്ള ആളുകൾ നടക്കണം. എന്നാൽ ആട് ഫാം നടത്തുന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ് എന്നുകൂടെ മനസ്സിലാക്കണം. സംബന്ധമായ കാര്യങ്ങൾ, സാഹസിക പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ചിങ്ങക്കൂറുകാർക്ക് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമായിരിക്കും. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും. പ്രതിരോധ സൈനിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളൊക്കെ ലഭിക്കും. സാങ്കേതിക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ കുറച്ച് അംഗീകാരമൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ആയുധ വ്യാപാരം, ഇരുമ്പ്, സ്റ്റീൽ മുതലായ കൊണ്ടുള്ള ഇതൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. അല്ല, ഞാൻ പറഞ്ഞ ആട് ഫാം ചിങ്ങക്കാർക്ക് അനുകൂലമാണ്. മാനേജിംഗ് മേഖല,
ചെറുകിട മാനേജിങ് അല്ല, ഒരു സ്ഥാപനം നല്ല രീതിയിലുള്ള മാനേജിംഗ് ഒക്കെ ചെയ്യാൻ കഴിയുന്ന 1-2 സ്ഥാപനങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് മാനേജിംഗ് സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കൊക്കെ അനുകൂലമാണ്. സ്പോർട്സ് രംഗത്തുള്ളവർക്ക് എന്ത് കാര്യം ഒരു സ്പോർട്സ് സ്പിരിറ്റിലൂടെ എടുക്കാൻ കഴിയുന്നവർക്ക് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു ദിവസമാണ്. പോലീസ് കോടതി മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർക്കൊന്നും അത്ര അനുകൂലമല്ല. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ചെറുകിട പത്രപ്രവർത്തകർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ളവർക്കൊന്നും അനുകൂലമായ സമയമല്ല. IT സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമല്ല. പക്ഷെ IT ചില മേഖലകൾ അനുകൂലമാണ് താൻ. PR മേഖലയിൽ വർക്ക് ചെയ്യുന്നവര്, ചെറുതും വലുതുമായ ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. അതേപോലെ ദേവകാര്യങ്ങള് നോക്കുന്നവർക്ക് അനുകൂലമല്ല. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമല്ല. ആസൂത്രണം, പ്രൊജക്ടുകൾ സൃഷ്ടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കണം. നയതന്ത്ര മേഖലയിലും രാജ്യാന്തര മേഖലയിലൊക്കെ തൊഴിൽ മേഖല കണ്ടെത്തിയിട്ടുള്ളവർക്ക് അത്ര അനുകൂലമല്ല. വൻകിട വ്യവസായമൊക്കെ ചെയ്യുന്ന ചിങ്ങക്കൂറുകാര് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു ദിവസമാണ്. ദേശീയ വിദേശീയ വാർത്തകളൊക്കെ ശേഖരിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അബദ്ധത്തിൽ വീഴാൻ ചിങ്ങക്കൂറുകാർക്ക് സാധ്യതയുണ്ട്. എഡിറ്റിംഗ് മേഖലയൊക്കെ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ഫാഷൻ മേഖല അനുകൂലമാണ്. ആഡംബര വസ്തുക്കളുടെ വിൽപ്പനയൊക്കെ നടത്തുന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും. മാരേജ് ബ്യൂറോ ചെയ്യുന്ന അങ്ങനെയുള്ളവർക്ക് അനുകൂലമായിരിക്കും. അതേപോലെ സിനിമാ മേഖലയിലുള്ളവർക്ക് അനുകൂലമായിരിക്കും. സിനിമ എന്ന് പറഞ്ഞാൽ സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ അതുമായി അനുബന്ധ വ്യവസായം ഉള്ളവർക്കൊക്കെ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ആഭരണ മേഖല, വാഹന സംബന്ധമായ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഉപഭോക്തൃ സംരക്ഷണ മേഖലയിലെ ഹോം നേഴ്സുകാർക്കൊക്കെ അനുകൂലമാണ്. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല. മത്സ്യമാംസാദി കച്ചവടങ്ങൾ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ചിങ്ങം. ഇനി കന്നി, ഉത്രം അവസാന 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്യക്കൂറുകാർക്ക് സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു ദിവസമാണ്, ദൈവാധീനമുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ അഗ്നി സംബന്ധമായ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയൊരു മേന്മ ഉണ്ടാകും. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് ഗുണകരമാണ്. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർക്കൊക്കെ ഗുണകരമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷകർ, വിദ്യാർത്ഥി അങ്ങനെയുള്ള ഗുണകരമാണ്. ഡേറ്റ അനാലിസ്റ്റുകൾ, ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവര്, PR മേഖല, വിദ്യാഭ്യാസ മേഖല, IT സുരക്ഷാ മേഖല, പ്രാദേശിക വാർത്തകളൊക്കെ നൽകുന്നവർക്ക്, പത്രപ്രവർത്തകർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ്. ദേവകാര്യങ്ങള്, സർക്കാർ ജീവനക്കാർ അങ്ങനെയുള്ളവർക്കൊക്കെ, സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. കൺസൾട്ടിംഗ് മേഖലയില് ആസൂത്രണം, പ്രൊജക്ടുകളൊക്കെ ആസൂത്രണം നടത്തുന്നവർക്ക്, അധ്യാപകർ, ഗവേഷകർ തുടങ്ങിയവർക്ക്, ടൂറിസം മേഖലയിലുള്ളവർക്ക്, അഭിഭാഷകർ, ന്യായാധിപന്മാർ മുതലായവർക്ക്, വൻകിട ബിസിനസ്സുകാർക്ക്, ദേശീയ വിദേശീയമായ വാർത്തകളൊക്കെ സ്വീകരിക്കുന്ന പത്രക്കാർക്ക്, എഡിറ്റിംഗ് മേഖലയിലുള്ളവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. അതേപോലെ നിർമ്മാണ മേഖല, കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള കന്നിക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. മത്സ്യമാംസാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കന്നിക്കൂറുകാർക്ക് അത് അനുകൂലമാണ്. മെഡിക്കൽ സ്റ്റോറുകൾ നടത്തുന്നവർക്ക്, കൗൺസിലിംഗ് മേഖലയിലെ, മോട്ടിവേഷൻ മേഖലയിലൊക്കെ ഉള്ള കന്നിക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. പഴക്കച്ചവടമൊക്കെ അനുകൂലമാണ്. ശില്പികൾ, രാഷ്ട്രീയക്കാർക്കൊക്കെ, കന്നിക്കൂറുകാരായ രാഷ്ട്രീയക്കാർക്കൊക്കെ മേന്മയുള്ള ഒരു ദിവസമാണ്. അതേപോലെ ചെറുകിട സ്ഥാപനക്കാർക്ക്, സ്വർണ്ണ മേഖലയിലെ, ആയോധന കലാരംഗത്ത്, എക്സിക്യൂട്ടീവ് CEO അനുകൂലമാണ്. എന്ന അനുകൂലമായ ഒരു ദിവസമാണ്. എന്നാൽ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന കന്നിക്കൂറുകാർക്ക് പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കന്നിക്കൂറുകാർക്ക് ഉണ്ടാക്കാം. ആരോഗ്യ മേഖലയിലുള്ളവർക്ക് അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന കന്നിക്കൂറുകാർക്കും 20-ാം തീയതി മേന്മയുള്ളതാണ്. ശീതളപാനീയങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നവർക്കാകാം. പശു, എരുമ മുതലായ ഇതൊക്കെ ഫാമുകൾ നടത്തുന്ന, ബേക്കറി നടത്തുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ്. എന്നാൽ ഈ പ്രതിരോധ സൈനിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ അത്ര അനുകൂലമല്ല. ആയുധവുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവർക്ക്, ഇരുമ്പുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. സ്പോർട്സ് രംഗത്തുള്ളവർ ശ്രദ്ധിക്കണം. പോലീസ്, കോടതി ഇങ്ങനെയൊക്കെയുമായി ബന്ധപ്പെട്ട കന്നിക്കൂറുകാർ ശ്രദ്ധിക്കണം. യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അതേപോലെ സ്ത്രീകൾ മാത്രമൊക്കെ തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം.
ഫാഷൻ മേഖല അത്ര അനുകൂലമല്ല. ആഡംബര വസ്തുക്കൾ വിൽപ്പനക്കാർക്ക് അത്ര അനുകൂലമല്ല കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ വിവാഹ സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ ശ്രദ്ധയും കരുതലും കൊടുക്കണം. ബ്യൂട്ടി പാർലർ നടത്തുന്നവർ കന്നിക്കൂറുകാർ വളരെ ശ്രദ്ധിക്കണം. ഇന്റീരിയർ ഡിസൈൻ, വാഹനങ്ങള്, ആഭരണ മേഖല ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന കന്നിക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. ഹോം നഴ്സിംഗ് മേഖലയിലുള്ള കന്നിക്കൂറുകാർ, വീടുകളിലൊക്കെ ജോലിക്ക് നിൽക്കുന്ന ആളുകൾ, അതേപോലെ ഉള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് കന്നിക്കൂറുകാർ. എന്നാൽ ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖല തൊഴിലാളികൾക്കൊക്കെ കുറച്ച് അനുകൂലമാണ് താനും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഇനി തുലാം രാശി. ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാർക്കും പൊതുവെ 20-ാം തീയതി ഒട്ടും അനുകൂലമല്ലാത്ത ദിവസം തന്നെയാണ് തൊഴിൽ മേഖലയില്. ശരിക്കും ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം മിക്കവാറും എല്ലാ ഗ്രഹങ്ങളും തന്നെ അനുകൂലമല്ലാത്തിടത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ചു കാലത്തിലൂടെയാണ് തുലാം രാശിക്കാർ ഇപ്പൊ കടന്നു പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാം. ഈ സാഹസികമായ പ്രവർത്തികൾ ചെയ്യുന്നവര്, അതിൽ പഴക്കച്ചവടം പോലെ അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്നതായ സാധനങ്ങളൊക്കെ ചെയ്യുന്നവര്, അങ്ങനെയുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് തുലാം രാശിക്കാർ ശ്രദ്ധിക്കുക. അതിൽ IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. ആരോഗ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവര്, അപകടകരമായ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന തുലാം രാശിക്കാര് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ മേഖലയിലും തുലാം രാശിക്കാരുടെ കർമ്മ മേഖല പൊതുവെ അനുകൂലമല്ല. ജാതകം അനുകൂലമാണെങ്കിൽ ഇതിലൊക്കെ കുറച്ച് മാറ്റം വരും. എങ്കിലും അവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ട് ഈശ്വരാരാധന നടത്തി ദൈവാധീനം വർദ്ധിപ്പിക്കുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തതിനു ശേഷം മാത്രം ഈ തുലാക്കൂറുകാർ നിങ്ങളുടെ കർമ്മ മേഖലയിലേക്ക് ഇറങ്ങുക. കർമ്മം ചെയ്യേണ്ടെന്നല്ല, കർമ്മ മേഖലകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്ന് മാറി നിൽക്കുകയോ ഒളിച്ചോടുകയോ ചെയ്യുകയല്ല നമ്മുടെ ധർമ്മം. ആ കർമ്മ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഈശ്വരാധീനമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് കർമ്മമേഖല അനുകൂലമല്ലെന്ന് മനസ്സിലാക്കി നമ്മുടെ എല്ലാ ശ്രദ്ധകളും നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായി നമ്മുടെ കർമ്മമേഖല പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ ശ്രദ്ധ എടുത്തുകൊണ്ട് തുലാം രാശിക്കാർ ഇറങ്ങേണ്ട ദിവസമാണ്. നല്ല ദൈവാധീനം ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങുക. വൃശ്ചികം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഈ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു തൊഴിൽ മേഖലയായിരിക്കും ഉണ്ടാകുക. സാഹസികമായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. കച്ചവടക്കാർക്ക് അനുകൂലമാണ്. ഭൂമി സംബന്ധമായ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക്, പ്രത്യേകിച്ച് പ്രതിരോധ സൈനിക മേഖലയില്, നിയമപാലന മേഖലയിലൊക്കെ ഉള്ളവർക്ക് അനുകൂലമാണ്. സാങ്കേതികമായ മെക്കാനിക്കല്, എഞ്ചിനീയറിംഗ് വിഭാഗത്തിലൊക്കെ പെടുന്നവർക്ക് അനുകൂലമാണ്. ആയുധ വ്യാപാരം, ഇരുമ്പ്, സ്റ്റീൽ മുതലായ കൊണ്ടുള്ള വ്യാപാരമൊക്കെ നടത്തുന്ന വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ 20-ാം തീയതി അനുകൂലമാണ്. ആട് ഫാമൊക്കെ നടത്തുന്നവർക്ക് വൃശ്ചികക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് എന്ന് മനസ്സിലാക്കണം. ആട് ഫാം ഒന്നും അത്ര അനുകൂലമല്ല. അതേപോലെ മാനേജിംഗ് മേഖല അത്ര അനുകൂലം അല്ല. യന്ത്രങ്ങളുടെ മെക്കാനിക് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല. നിയമപാലനവുമായി ബന്ധപ്പെട്ട് പോലീസ്, കോടതി മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസ മേഖല അനുകൂലമാണ്. ചിത്രരചനാ മേഖല അനുകൂലമാണ്. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമാണ്. എഴുത്തുകാര്, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ, ഡാറ്റ അനാലിസിസ്റ്റുകള്, PR മേഖല, വിദ്യാഭ്യാസ മേഖല, IT, സുരക്ഷാ മേഖലയിലൊക്കെ ബന്ധപ്പെട്ടവർക്ക് ഗുണകരമാണ്. വാർത്താ ഏജൻസികൾക്കൊക്കെ ഗുണം ചെയ്യും. അതേപോലെ ദേവകാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, കൺസൾട്ടിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അഭിഭാഷകർക്കോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, ഇടത്തരം ബിസിനസ്സുകാർ, എഡിറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, സർക്കാർ ജീവനക്കാർക്ക്, പ്രോജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്കൊക്കെ ചില അംഗീകാരങ്ങളൊക്കെ വരുന്ന ദിവസമായിരിക്കും. ടൂറിസം മേഖലയിലുള്ളവർ ഗുണകരമാണ്. വൻകിട ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് അനുകൂലമാണ്. ദേശീയ വിദേശീയ വാർത്തകളൊക്കെ ശേഖരിക്കുന്ന വൻകിട പത്രപ്രവർത്തകർക്ക് അനുകൂലമാണ്. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക്, അധ്യാപക ഗവേഷക രംഗത്തുള്ളവർക്ക്, നയതന്ത്ര മേഖലയിലും രാജ്യാന്തര വ്യാപാര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെയ്യുന്നവർക്ക്, വീടുകളൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ അനുകൂലമാണ്. ഫാഷൻ മേഖലയിലെ, ആഡംബര വസ്തുക്കളുടെ മേഖലയിലെ, വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക്, ഈവന്റ് മാനേജ്മെന്റ് അങ്ങനെയുള്ള മാരേജ് ബ്യൂറോ ഒക്കെ ഉള്ളവർക്ക്, ബ്യൂട്ടി പാർലർ, ഇന്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആരോഗ്യ മേഖലകൾ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്,
ഉപഭോക്തൃ സംരക്ഷണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, ഹോം നേഴ്സുകാർക്കൊക്കെ അനുകൂലമാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ നിർമ്മാണ മേഖലയിലും മത്സ്യമാംസാദി കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ മെഡിക്കൽ സ്റ്റോർ ഉള്ളവര്, മോട്ടിവേഷൻ കൗൺസിലിംഗ് ഒക്കെ നൽകുന്നവർ അതൊക്കെ ശ്രദ്ധിക്കണം. പഴക്കച്ചവടക്കാര്, അങ്ങനെ പെട്ടെന്ന് ചീത്തയായി പോകുന്ന വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കച്ചവടം നടത്തുന്നവരൊക്കെ ശ്രദ്ധിക്കണം. പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്നവർ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സ്റ്റാർട്ടപ്പുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആയോധന കലാരംഗം അത്ര അനുകൂലമല്ല. സ്വർണ്ണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമല്ല. അതേപോലെ ഡിസൈനുകൾ, ഫാഷൻ മേഖലയിലെ ഡിസൈനർ മേഖല, ഇന്റീരിയർ ഗ്രാഫിക് ഡിസൈൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വൃശ്ചികക്കൂറുകാർ. ധനു, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസമാണ് തൊഴിൽ മേഖല അവർക്ക്. ദൈവാദിനം വളരെ കുറവാണ്. എങ്കിലും മെഡിക്കൽ സ്റ്റോറുകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. മോട്ടിവേഷൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചില അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ പഴക്കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് നല്ലതാണ്. പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ധനുക്കൂറുകാർക്ക് പൊതുവെ നല്ലതാണ്. രാഷ്ട്രീയക്കാർക്ക് നല്ലതാണ്. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗത്ത്, അതേപോലെ കട്ടിയുള്ള വസ്ത്രനിർമ്മാണ മേഖലയിലൊക്കെ നടക്കുന്ന മര വ്യവസായക്കാർക്കൊക്കെ നല്ലതാണ്. എക്സിക്യൂട്ടീവ് മേഖലയിൽ സിഇഒമാരൊക്കെ ആയിട്ടുള്ളവർക്ക് ഈ ധനുക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. അതേപോലെ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ധനുക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല. ചെറിയ ടെക്സ്റ്റൈൽസ് മേഖല അനുകൂലമല്ല. മനോരോഗ ചികിത്സാ രംഗത്ത് അനുകൂലമല്ല. ആരോഗ്യ മേഖല അനുകൂലമാണെങ്കിലും മനോരോഗ ചികിത്സാ രംഗത്തുള്ളവർക്ക് അനുകൂലമല്ല. പെയിന്റിംഗ് മേഖല അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ടൊക്കെ തൊഴിൽ ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകൾ മാത്രം തൊഴിൽ ചെയ്യുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിസ്ഥിതി പ്രവർത്തകർക്ക് അനുകൂലമാണ്. ആരോഗ്യ മേഖല പൊതുവെ മനോരോഗ ചികിത്സാ മേഖല വെച്ച് മറ്റുള്ള അത്ര അനുകൂലമല്ല. പക്ഷേ ഈ ലാബ് ടെക്നീഷ്യൻ പോലുള്ളവർക്കൊക്കെ അനുകൂലമാണ്. ശീതളപാനീയ വിൽപ്പനക്കാർക്കൊക്കെ അനുകൂലമാണ്. പശു, എരുമ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ ധനുരാശിക്കാരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്ന ധനുരാശിക്കാർ ശ്രദ്ധിക്കണം. പ്രതിരോധ സൈനിക മേഖലയിലെ, നിയമപാലന രംഗത്ത്, ബിസിനസ് രംഗത്ത്, ആയുധ കച്ചവട രംഗത്ത്, ഇരുമ്പ്, സ്റ്റീൽ മുതലായൊക്കെ ഉപയോഗിച്ചുള്ള ആയുധമാണ് പറയുന്നത്. അങ്ങനെയുള്ളിടത്ത് IT മേഖലയിലെ ഒക്കെയുള്ള ധനുക്കൂറുകാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ വിദ്യാഭ്യാസ മേഖല ധനുക്കൂറുകാർക്ക് അനുകൂലമല്ല. ചിത്രരചന, സോഷ്യൽ മീഡിയ വർക്കുകൾ ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. എഴുത്തുകാര്, കവികള്, പത്രപ്രവർത്തകര്, ഗവേഷക വിദ്യാർത്ഥികൾക്കൊന്നും അനുകൂലമല്ല. ഡേറ്റ അനാലിസിസുകൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. PR മേഖലയിലുള്ളവര്, ധനകാര്യ മേഖലയിലുള്ളവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. IT സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ടും പ്രാദേശിക വാർത്തകളൊക്കെ കൊടുക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ധനുക്കൂറുകാർ. അതുപോലെ ദൈവാധീനം ഒട്ടുമില്ലാത്തതുകൊണ്ട് ദേവാദി കർമ്മങ്ങൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. സർക്കാർ ജീവനക്കാർ വളരെ ശ്രദ്ധിക്കണം. ആസൂത്രണം നടപ്പിലാക്കുന്നവർ, പ്രൊജക്ട് വർക്കുകളൊക്കെ സൃഷ്ടിക്കുന്നവർ ശ്രദ്ധിക്കണം. ടൂറിസം മേഖലയിലുള്ളവര്, വൻകിട വ്യവസായക്കാര്, ഇടത്തരം ബിസിനസ് ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകള്, എഡിറ്റിംഗ് മേഖല, നയതന്ത്ര മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന, രാജ്യാന്തര വ്യാപാരമൊക്കെ നടത്തുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ധനുക്കൂറുകാര്. എന്നാൽ വിവാഹ സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ മകരം രാശിക്കാര്, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശി. മകരം രാശിക്ക് ദൈവാധീനമുള്ള ഒരു സമയമാണ്. പൊതുവെ മകരം രാശിക്ക് ദൈവാധീനമുള്ള ഒരു ദിവസമാണ്. എങ്കിൽ പോലും ഈ മെഡിക്കൽ സ്റ്റോർ രംഗത്ത് പ്രവർത്തിക്കുന്നവര്, ഈ ഫാർമസിസ്റ്റുകള്, അതുപോലെ കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമല്ല. ഈ പഴക്കച്ചവടം നടത്തുന്നവർക്കൊന്നും അനുകൂലമല്ല. സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നവർ ശ്രദ്ധിക്കണം. ചെറുകിട സ്ഥാപനങ്ങൾ നടത്തുന്നവർ, പൂജാദ്രവ്യങ്ങളൊക്കെ നടത്തുന്നവര്, ശില്പികൾ, രാഷ്ട്രീയക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം, അനുകൂലമല്ല. സ്വർണ്ണ മേഖലയിലൊക്കെ കച്ചവടം നടത്തുന്ന മകരക്കൂറുകാർ ശ്രദ്ധിക്കണം. അതേപോലെ ഡിസൈൻ, ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന, ഇന്റീരിയർ വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ മകരം രാശിയിലെ
കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. മനോരോഗ ചികിത്സ, പെയിന്റിംഗ് മേഖല വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. സ്ത്രീകൾക്ക് പൊതുവെ അനുകൂലമാണ്. എന്നാൽ അവർ മാത്രം തൊഴിൽ ചെയ്യുന്ന മേഖല അത്ര മേന്മയുള്ളതായിരിക്കില്ല. പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ശീതളപാനീയങ്ങളൊക്കെ ആയിട്ട് വഴിയോര കച്ചവടം നടത്തുന്ന ആളുകൾക്ക് അനുകൂലമാണ്. പശു, എരുമ മുതലായ ഫാം നടത്തുന്നവർക്ക്, ബേക്കറി, മധുരപലഹാര വിൽപ്പനയൊക്കെ നടത്തുന്നവർക്ക്, സാമൂഹിക പ്രവർത്തകർക്കൊക്കെ പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക്, സാഹസിക പ്രവർത്തികൾ ചെയ്യുന്നവർക്ക്, പ്രതിരോധ സൈനിക മേഖലകൾ, നിയമപാലനം, സ്പോർട്സ് രംഗം, ബിസിനസ് രംഗം, ആട് ഫാം, IT മേഖല, ഇരുമ്പ്, സ്റ്റീലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പൊതുവെ മകരക്കൂറുകാർക്ക് ഗുണം കിട്ടും. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലെ ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ, ഇവർക്കൊക്കെ ഗുണകരമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. പത്രപ്രവർത്തകർ, എഴുത്തുകാര്, ഡേറ്റ അനാലിസിസ്റ്റുകൾ, IT സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ടവർ, PR മേഖലയിലുള്ളവർ, ധനകാര്യ മേഖലയിൽ ചെറുതും വലുതുമായ ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ മകരം രാശിക്കാർക്ക് അനുകൂലമാണ്. അതേപോലെ ദേവകാര്യങ്ങളുള്ളവർ, സർക്കാർ ജീവനക്കാർക്കൊക്കെ അനുകൂലമാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അധ്യാപകർ, ഗവേഷകർ തുടങ്ങിയവർക്കൊക്കെ അനുകൂലമാണ്. ടൂറിസം മേഖലകള്, അതേപോലെ വൻകിട ബിസിനസ്സുകള് ഒക്കെ അനുകൂലമാണ്. ഇടത്തരം ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക്, എഡിറ്റിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു നേരിയ മേന്മയുള്ള അംഗീകാരം കിട്ടുന്ന ദിവസങ്ങളൊക്കെ ആയിരിക്കും. ഫാഷൻ മേഖല, ആഡംബര വസ്തുക്കള്, വിവാഹ സംബന്ധമായ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യും. ഈവന്റ് മാനേജ്മെന്റ്, മാരേജ് ബ്യൂറോ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക്, ബ്യൂട്ടി പാർലർ, ഇന്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റലുകൾ, ഇവരൊക്കെ പൊതുവെ ഹോസ്പിറ്റൽ നടത്തിപ്പുകാർക്കൊക്കെ അനുകൂലമാണ്. ആരോഗ്യ മേഖലയിൽ പൊതുവെ അനുകൂലമാണ്. ഹോം നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ അനുകൂലമാണ്. എന്നാൽ നിർമ്മാണ മേഖലയിലെ കൺസ്ട്രക്ഷൻ വർക്കുകൾ അത്ര അനുകൂലമല്ല. മത്സ്യമാംസാദി കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്കും അത്ര അനുകൂലമാണെന്ന് കരുതരുത്. ഇനി കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര മേന്മേറിയ ദിവസമൊന്നും ആയിരിക്കില്ല. എങ്കിലും ഫാഷൻ മേഖല, ആഡംബര വസ്തുക്കളുടെ വിപണന മേഖല, വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ഈവന്റ് മാനേജ്മെന്റ്, മാരേജ് ബ്യൂറോ ഒക്കെ നടത്തുന്ന അങ്ങനെയുള്ളവർക്ക്, ബ്യൂട്ടി പാർലറുകാർക്ക്, ഇന്റീരിയർ ഡിസൈനുകൾ ചെയ്യുന്നവർക്ക്, വാഹനങ്ങള്, ആഭരണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ അനുകൂലമാണ് കുംഭം രാശിക്കാർക്ക്. അതേപോലെ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, ഉപഭോക്തൃ സംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് ഹോം നഴ്സിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. ബാക്കി എല്ലാ മേഖലകളിലും പൊതുവെ ഒട്ടും അനുകൂലമല്ലാത്ത ഒരു അവസ്ഥയാണ് കുംഭം രാശിക്കാർക്കുള്ളത്. അതുകൊണ്ട് സാഹസികമായ പ്രവർത്തികൾ ചെയ്യുന്നവര്, ദേവകാര്യങ്ങൾ ചെയ്യുന്നവര്, ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊള്ളണം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാകുന്ന രീതിയിലുള്ള വസ്തുക്കളൊക്കെ കച്ചവടം ചെയ്യുന്നവർ, പഴക്കച്ചവടം പോലെയുള്ളവര്, ഈ പൂജാദ്രവ്യങ്ങളൊക്കെ ചെയ്യുന്നവർ, മെഡിക്കൽ മേഖലയിൽ നിൽക്കുന്ന ആളുകളില്, ഈ മോട്ടിവേഷൻ മേഖലയൊക്കെ അങ്ങനെയുള്ളവർ, മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ ഈ കുംഭം രാശിക്കാർക്ക് ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിച്ചോളണം. കാർഷിക മേഖല ഒട്ടും അനുകൂലമല്ല. ടെക്സ്റ്റൈൽസ് മേഖലയില് അനുകൂലമല്ല. ഈ പശു, എരുമ മുതലായ ഫാം ഒക്കെ നടത്തുന്നവർ വളരെ ശ്രദ്ധയും കരുതലും വന്ന് കൊടുക്കണം. പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തകർ കൊടുക്കണം. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്തരട്ടാതി, രേവതി. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം വളരെ കുറയുന്ന ഒരു സമയമാണ്. എല്ലാ മേഖലകളിലും അത്ര മേന്മയുള്ള സമയമൊന്നുമല്ല. ദൈവാധീനം വളരെ കുറവാണ്. എന്നാൽ ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്നവർക്ക്, മാരേജ് ബ്യൂറോ ഒക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. ഈവന്റ് മാനേജ്മെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേരിയ തോതിൽ മേന്മയുണ്ടാകും. ആരോഗ്യ മേഖലയിലെ, നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായ ഒരവസ്ഥ ഉണ്ടാകും. അതിലെ സ്ത്രീകളായിട്ടുള്ള ഈ മീനക്കൂറുകാർക്ക്, ആരോഗ്യ മേഖലയിലെ സ്ത്രീകളായിട്ടുള്ള മീനക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ പുരുഷന്മാരായിട്ടുള്ള മീനക്കൂറുകാർക്ക് ആരോഗ്യ മേഖല അല്പം പ്രയാസകരവും ആയിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. ആഭരണ മേഖല അനുകൂലമാണ്. ഇന്റീരിയർ ഡിസൈൻ ഉള്ളവരൊന്ന് ശ്രദ്ധിച്ചാൽ അവർക്ക് അനുകൂലമാക്കി എടുക്കാവുന്നതാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം.
അതേപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് മേന്മയുണ്ട്. ഹോം നേഴ്സുകാർക്കൊക്കെ കുറച്ച് മേന്മയുള്ള ദിവസമായിരിക്കും. എന്നാൽ മറ്റ് പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടാണ്. മെഡിക്കൽ സ്റ്റോറുകള്, മോട്ടിവേഷൻ മേഖലയില്, പഴക്കച്ചവടം, മാനേജർമാര്, പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പ്, ചെറുകിട സ്ഥാപനം, ശില്പികള്, രാഷ്ട്രീയക്കാര്, ഈ ആഭരണ മേഖലയിൽ സ്വർണ്ണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊന്നും അനുകൂലമല്ല. അതുപോലെ പശു, എരുമ മുതലായ ഫാമുകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമല്ല. ചെറുകിട കർഷകർ, ടെക്സ്റ്റൈൽസ്, കർഷകർ, ഇവർക്ക് അനുകൂലമല്ല. മനോരോഗ രംഗത്ത് ചികിത്സിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം. പരിസ്ഥിതി പ്രവർത്തകർക്ക് അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ആയുധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, വാക്കാത്തി ഒക്കെ അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കണം. ഫാം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആട്, അതിലെ അങ്ങനെയുള്ള ഫാമുകളൊക്കെ നടത്തുന്നവർ, അതുപോലെ കാർഷിക മേഖലയിൽ കാർഷിക ഫാമൊക്കെ നടത്തുന്നവരെ ശ്രദ്ധിക്കണം. IT മേഖല വളരെയധികം ശ്രദ്ധിക്കണം, ഒട്ടും അനുകൂലമല്ല. സാങ്കേതിക, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവര്, മാനേജിംഗ് മേഖലയിലുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരൊക്കെ അവരുടെ ബിസിനസ് ഭാഗം വളരെ കൃത്യമായും ശ്രദ്ധയോടും കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടത്തിൽ ചെന്ന് വീഴും. വിദ്യാഭ്യാസ മേഖല അനുകൂലമല്ല. എഴുത്തുകാര്, അതേപോലെ ഡാറ്റ അനാലിസ്റ്റുകള്, സോഷ്യൽ മീഡിയ വർക്കർ, വാർത്താ പ്രവർത്തകരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മീനക്കൂറുകാരായിട്ടുള്ളവര് ദൈവാധീനം കുറവാണ്. അതുകൊണ്ട് ദേവകാര്യങ്ങൾ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. സർക്കാർ ജീവനക്കാർക്കും ഒട്ടും അനുകൂലമല്ല. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. നയതന്ത്ര മേഖലകളിലൊക്കെ അനുകൂലമല്ല. ദേശീയ വിദേശീയ വാർത്തകൾ ശേഖരിക്കുന്ന ജേർണലിസ്റ്റുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെ വളരെ ശ്രദ്ധ കൊടുത്ത് മീനക്കൂറുകാർ അവരുടെ കർമ്മമേഖല ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഈ ദിവസം. ഇത് ഒരു സാധാരണ ഒരു ഐഡിയ നിങ്ങൾക്ക് തരികയാണ് നിങ്ങളുടെ തൊഴിൽ മേഖലയെ കുറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ തൊഴിൽ മേഖലയും പറയുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമായ ഒരു രീതി അല്ല എന്നുള്ളത് കൊണ്ട് ഏകദേശം ഒരു തൊഴിൽ മേഖലയൊക്കെ നിങ്ങൾക്ക് സൂചന തന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്ന അതാത് കൂറുകാർക്ക് കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുവാനും തന്റെ തൊഴിലിലെ അനുകൂലമല്ലാത്ത ദിവസമാണെന്ന് മനസ്സിലാകുമ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധയോടുകൂടി ആ ദോഷകരമായ അവസ്ഥ പരമാവധി ഒഴിവാക്കാൻ കഴിയുന്നത്ര ഒഴിവാക്കാനും ദൈവാധീനം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഏർപ്പെട്ട് ദൈവാധീനം സ്വീകരിച്ചുകൊണ്ട് കർമ്മമേഖലയിലേക്ക് ഇറങ്ങാനുമുള്ള ഒരു പ്രചോദനം ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരമാണ് എന്ന് പലരും എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, വാട്സാപ്പിലും മറ്റും മെസ്സേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മെസ്സേജ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. ഇത് കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സദുദ്ദേശത്തോടു കൂടി പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ സ്വീകരിക്കുന്നുണ്ട്. എന്റെ ഇത് കണ്ടാൽ അറിയാം, ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കുറെ അധികം വ്യത്യാസപ്പെടുത്തിയ തൊഴിൽ മേഖലകളൊക്കെ ചേർത്തിട്ടുണ്ട്. അത് പലരും നിർദ്ദേശിച്ച തൊഴിൽ മേഖലകളാണ് ചേർത്തിട്ടുള്ളത്. ഇനിയും ഇങ്ങനെ നിർദ്ദേശിക്കുന്ന തൊഴിൽ മേഖലകൾ എന്റെ വ്യൂസ് കാണുന്നവർക്കായിട്ട്, അവർ കാണുന്നവരുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ പറയേണ്ടത് എന്നുള്ളത് കൊണ്ട് ഇത് കാണുന്നവർ, താല്പര്യമുള്ള അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്താൽ നിങ്ങൾ കാണുന്നവർക്ക് അനുകൂലമായ രീതിയിൽ തൊഴിൽ മേഖലകളിൽ വേണ്ട കാര്യങ്ങൾ പറയാൻ പറ്റും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.